ഈ ഗവൺമെൻറ്റിന് തെരഞ്ഞെടുപ്പിൽ PDP പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PDPയുടെ പിന്തുണ എന്താ, പുരോഗമന പാർട്ടി ആയതുകൊണ്ടാണോ അവരുടെ പിന്തുണ CPM സ്വീകരിച്ചത്? PDPയുടെ പിന്തുണ സ്വീകരിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി എവിടെയെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചാൽ അതിനെതിരായി സിംഹഗർജനം മുഴക്കുന്നത്. PDP ഔദ്യോഗികമായി LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രി അറിയാതെ ഇതുണ്ടാവില്ലല്ലോ. എവിടെയെങ്കിലും വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ വർഗീയതയാണെന്ന് പറയുന്നവർ PDPയുടെ പിന്തുണയെപ്പറ്റി എന്താണ് പറയുന്നത്? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കാനാണ് CPM ശ്രമിക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയായിരുന്നു ഉന്നം വെച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. മാറി മാറി വർഗീയ കാർഡ് കളിക്കുന്ന CPM ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ കാർഡ് കളിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും നമുക്ക് ഇത് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ തുടങ്ങി ഇപ്പോൾ എടുക്കുന്ന ഓരോ നിലപാടുകളും പരിശോധിച്ചാൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ട് ഭൂരിപക്ഷത്തെ കൂടെ കൂട്ടാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അതുകൊണ്ടാണ് BJPയുമായൊരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, 2021 തെരഞ്ഞെടുപ്പിലും BJPയുമായി ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടാണ് തുടർഭരണം ഉണ്ടായത്. കേരളത്തിലെ CPM ഒരു കാലത്തുമില്ലാത്ത നിലയിൽ BJPയുമായി കൈകോർത്ത് പിടിക്കുകയാണ്. NDAയിലെ കക്ഷികൾക്ക് കൊടുത്ത സീറ്റുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. കുന്നത്തനാട്ടിൽ മാത്രമുള്ള 2020 22 സീറ്റുകളാണ് BJP നൽകിയിരിക്കുന്നത്. ആ സീറ്റുകളിൽ മത്സരിക്കുന്ന ആളുകൾ ആരാണെന്നറിയില്ല. തീരുമാനിച്ച 2 സീറ്റുകളിൽ നോമിനേഷൻ കൊടുക്കാൻ അവർ കഴിഞ്ഞില്ല. കാരണം അവരുടെ പേര് വോട്ടർ പട്ടികയില്ലായിരുന്നു. ഇത്രയും സീറ്റുകൾ നൽകുമ്പോൾ ആ സീറ്റുകളിലാണ് ഈ കള്ളക്കളി. അതുപോലെ BDJSൻ്റെ സീറ്റുകൾ കൊടുക്കുന്ന സ്ഥലങ്ങളിലും കള്ളക്കളി വ്യക്തമാണ്. BJPക്ക് നിർണായകമായ വോട്ട് ശതമാനമുള്ള സ്ഥലങ്ങളിൽ പോലും BDJSന് 2020 വോട്ട് കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ BJPയുമായി ഒരു അണ്ടർഹാൻഡ് ഡീലിംഗ്, ഒരു പൊളിറ്റിക്കൽ ഡീൽ ഇവർ ഉറപ്പിച്ചിരിക്കുകയാണ്. പാലക്കാട്ടെ സംഭവം പറഞ്ഞു, ഏറ്റുമാനൂരിലെ സംഭവം പറഞ്ഞു. പല സ്ഥലങ്ങളിലും നിങ്ങളെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. എല്ലാ സ്ഥലങ്ങളിലും അത്തരം BJPയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കള്ളക്കളി CPM നടത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് ഉണ്ടായത്. BDJSൻ്റെ വോട്ടുകൾ പലയിടത്തും, BJPയുടെ വോട്ടുകൾ പലയിടത്തും CPMന് കൊടുത്തു. കോൺഗ്രസ് മുക്ത ഭാരതമാണ് മോഡിയുടെ ലക്ഷ്യം. കോൺഗ്രസ് വരരുതെന്നാണ് CPMൻ്റെ ലക്ഷ്യം. ഈ 2 ലക്ഷ്യവും ഒരുമിച്ച് ചേരുമ്പോൾ അവർ നടത്തിയ രാഷ്ട്രീയ കള്ളക്കളിയാണ് തുടർഭരണത്തിലേക്ക് വഴിതെളിച്ചത്. ഇപ്പോൾ കേരളത്തിൽ എവിടെ ചെന്ന് നോക്കിയാലും നമുക്കിത് വളരെ പ്രകടമായി കാണാൻ കഴിയും. നമ്മളത് പറയുമ്പോൾ മുഖ്യമന്ത്രി പഴയ കാര്യം 1980 കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിലും ഇന്ത്യയിലും CPM അന്നത്തെ BJP അടങ്ങുന്ന ജനതാ പാർട്ടിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു. മാത്രമല്ല, കൂത്തുപറമ്പിൽ മുഖ്യമന്ത്രി 4500 വോട്ടിന് ജയിച്ചത് BJPയുടെ വോട്ട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഉദുമയിൽ KG മാരാർക്ക് വേണ്ടി EMS പോയി പ്രസംഗിച്ചത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും BJPയുമായി സന്ധി ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്
BJP-യുമായി കൈകോർത്ത് പിടിച്ചിട്ടുള്ളത്. അതെല്ലാം മറന്നുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ BJP-യുമായിട്ടുള്ള ധാരണയും ഡീലും മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ പഴയ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്.